വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഡെയിലി സ്കിൻ കെയർ ചെയ്തിട്ട് ഫേസിൽ അതിൻ്റെ ഗ്ലോ കാണുന്നില്ലെന്ന് ചിലർ പറയുന്നുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണണം. അപ്പോൾ മെയിനായിട്ട് ഇതെന്തുകൊണ്ടാണ് ഗ്ലോ കാണാത്തതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഈ ഗ്ലോ കാണുന്നത്. ആ മിസ്റ്റേക്കുകൾ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലപോലെ ഗ്ലോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മിസ്റ്റേക്കാണ് നമ്മൾ ഡെയിലി ഫേസ് എന്തായാലും വാഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. പക്ഷേ ചിലവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ഫേസ് വാഷ് ചെയ്യേണ്ട സമയത്ത് ഒരു 3-4 തവണ മുഖം കഴുകും. മിനിറ്റിന് മുഖം കഴുകാന്ന് പറയില്ലേ, അതുപോലെ ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് മുഖം കഴുകുക, ചുമ്മാരിക്കും മുഖം കഴുകുക, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മുഖം കഴുകുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ മുഖം കഴുകുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സ്കിൻ എന്തായാലും ഡ്രൈ ആവും. അത് ഫസ്റ്റ് പോയിന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും പുറത്തേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നവരാണ്. ട്രാവലിങ് കാര്യങ്ങൾ പഠിക്കുന്നവരാവാം, ജോലി ചെയ്യുന്നവരാവാം, പുറത്ത് പോകുന്നവരാ, ചുമ്മാ ഒരു പണിയില്ലെങ്കിലും പുറത്ത് പോകുന്നവരുമായിരിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു മോയ്സ്ചറൈസറും ഒന്നൊരു സൺസ്ക്രീമും. ഈ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തെന്ന് വയ്ക്കാം. പക്ഷെ നമ്മളത് ഇതായില്ലെങ്കിൽ സൺസ്ക്രീം മസ്റ്റാണ്. സൺസ്ക്രീം ഫേസിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ വെയിലത്തിറങ്ങുമ്പോൾ പൊരി വെയിലാണ്, നല്ലപോലെ ടാൻ അടിച്ചിട്ട് നല്ല രീതിക്ക് ടാൻ അടിച്ച് മുഖം നല്ല വൃത്തിയിടാം. അപ്പോൾ ആ ഗ്ലോ ഉണ്ടാവില്ല. അത് നോർമലി നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്താൽ എന്തായാലും ഫേസിൽ ഒരു ഗ്ലോയോ അല്ലെങ്കിൽ ഫേസിൽ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഫേസ് നല്ല വൃത്തിയിടാവും. അത് മസ്റ്റാണ്. ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണ്. മേക്കപ്പ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ മുന്നേ തൊട്ടേ യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ റീസെൻ്റ് തുടങ്ങിയവരുണ്ടായിരിക്കാം, മുന്നോട്ട് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷെ നമ്മളിപ്പം എവിടെയെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ കുറേ പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്യുന്നവർ കാണാം, ഓരോ പ്രൊഡക്റ്റ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ കയറി നമുക്ക് നോക്കുമ്പോൾ കുറേ മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങൾ, ഇത് നല്ലതാണ്, ഇത് ഫേസ് ബ്രൈറ്റ് ആവാൻ നല്ലതാണ്, പിമ്പിൾസ് വരില്ല, പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി കഴിയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പെൺകുട്ടികളാണ്, കടയിൽ പോയി കഴിയുമ്പോൾ നമ്മൾ കുറേ പ്രൊഡക്റ്റിന് കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ അവിടെ എവിടെയെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്രീമിൻ്റെ ഇത് കണ്ടാൽ നമ്മളത് ജസ്റ്റ് എന്താണെന്നൊന്ന് നോക്കും. സ്മെല്ല് ഇഷ്ടമായാൽ പോലും നമ്മളത് മേടിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്നിന് പറ്റാത്ത സാധനങ്ങൾ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പണി കിട്ടും. അങ്ങനെ ആകുമ്പോൾ സ്കിന്ന് ഡാമേജ് ആവാനും കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട്. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കണം. ഓയിലി സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, കോമ്പിനേഷൻ സ്കിന്നാണോ, ഏതാണ് നമ്മുടെ സ്കിൻ ടോണെന്ന് കറക്റ്റ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് മുന്നേ ആയാലും അത് ആദ്യം ചെക്ക് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് മേടിച്ച് നോക്കിയാൽ കണ്ടതെല്ലാം മേടിച്ചെടുത്തിട്ട് നമ്മൾ നേരെ ഫേസ് കൊണ്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കില്ല. അതിന് ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിന് നല്ലതാണോ. ഇപ്പോൾ എന്തെങ്കിലും ചിലവർ ഡയറക്റ്റ് കൊണ്ടായി അപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കും. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്കിൻ അതിന് റിയാക്ട് ചെയ്യാം, കാര്യം പിമ്പിൾസ് കാര്യങ്ങളെല്ലാം വരും, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും വരും. അപ്പോൾ ആ മിസ്റ്റേക്ക് ഉണ്ടാവില്ല. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നല്ല പോലെ വെള്ളം കുടിക്കണം. നല്ല ഹൈഡ്രേഷൻ കാര്യങ്ങൾ വേണമെങ്കിൽ നല്ല രീതിക്ക് വെള്ളം കുടിക്കണം. നമ്മൾ നോർമലി വെള്ളം കുടിക്കില്ലാത്ത ആൾക്കാരായിരിക്കും കൂടുതലും ഗേൾസും. ഒത്തിരി വെള്ളം കുടിക്കുന്ന കാര്യങ്ങളൊന്നും ആവില്ല. അപ്പം നല്ല രീതിക്ക് വെള്ളം കുടിച്ചാൽ മാത്രമല്ല സ്കിന്നിന് നല്ല രീതിക്ക് നല്ല സ്കിന്ന് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ പോലും അവർ നമ്മളോട് പറയും നല്ല രീതിക്ക് വെള്ളം കുടിക്കണം ഒക്കെ നമ്മളോട് പറയും. അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പിന്നെ ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫുഡ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരാണ്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയെന്ന് വെച്ചാൽ വലിച്ചു വാരി കഴിക്കുന്നവരാണ്. കാരണം ജങ്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഇതിനകത്തെല്ലാം ഓയിലിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഓയിലിൻ്റെ കണ്ടൻറ്റ് ചിലവർക്ക് ഓയിലി ഫുഡ് കഴിക്കുന്ന ഭയങ്കര പ്രശ്നമായിരിക്കും. പിമ്പിൾസ് വരുമായിരിക്കും ഓയിലിൻ്റെ കണ്ടൻറ്റ് കൂടുമ്പോൾ. പിന്നെ ചിലവർ പറയുന്ന കേട്ടില്ലേ, എഗ്ഗ് കഴിച്ചാൽ പിമ്പിൾസ് വരും, അങ്ങനെയൊക്കെ പറയുന്നേക്കാലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയാണ് അതുകൊണ്ട് നമ്മളൊരു മിനിമം രീതിയിൽ
ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്നല്ല, നമ്മൾ കഴിച്ചാൽ ഒരു മിനിമം ലെവലിലേ കഴിക്കുള്ളൂ. അത് ഓവർ ആവാൻ പാടില്ല. ചില ഫുഡ് നമുക്ക് പറ്റാതെയും വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് അത് ഇപ്പോൾ ഓയിലി ഫേസ് എന്നൊക്കെ അങ്ങനെ ചിലപ്പോൾ ആവും. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ 5 പോയിന്റ് ഞാനിപ്പോൾ പറഞ്ഞ് എന്തായാലും ശ്രദ്ധിക്കണം. ഒന്ന്, നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ ജങ്ക് ഫുഡ് ഒഴിവാക്കുക, പിന്നെ ഓയിലടങ്ങിയ സാധനങ്ങൾ കുറേ ഒഴിവാക്കണം. പിന്നെ മേക്കപ്പ് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യണം. പിന്നെ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീം യൂസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ നല്ല രീതിക്ക് കെയർ കൊടുത്താൽ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഇരുന്നോളൂ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സ്കിൻ കെയർ നമ്മൾ ചെയ്യണം. സ്കിൻ കെയർ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് വലിയ എമൗണ്ടിൻ്റെ ഇപ്പം വലിയൊരു ഹ്യൂജ് എമൗണ്ടിൻ്റെ പ്രൊഡക്റ്റ് മേടിച്ച് സ്കിൻ കെയർ ചെയ്യണം അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടായാലും സ്കിൻ കെയർ, ഇപ്പോൾ ഫേസ് പാക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് നമുക്ക് സ്കിൻ കെയർ കൂടെ ചെയ്യണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്ന് അടിപൊളിയായിട്ടിരിക്കും, നല്ല രീതിക്ക് ഇരുന്നോളും. അപ്പം എന്താ പറയുക, എല്ലാവരും സ്കിന്ന് നല്ല രീതിക്ക് ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.